ഗുരുവിന്റെ ഏറ്റവും പ്രധാന സേവനം എന്ന് പറഞ്ഞാൽ ഇതാണ്. തന്നെ പറ്റി അറിയുക, പഠിക്കുക, അതിനെ പ്രാവർത്തികമാക്കാനായിട്ടുള്ള വഴികൾ ചിന്തിക്കുക. ഇതാണ് നമ്മുടെ ജീവിത ഉദ്ദേശം. മറ്റതും ഇതിന് വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ടാണ് അതല്ല മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 11-ാം അധ്യായത്തില് ചിത്രൂപത്തെ പ്രകാശനം ചെയ്യാനായിട്ട് ആരംഭിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്ത് പറഞ്ഞു? സത്തിനെ പറ്റി പറഞ്ഞു. സത്തിനെ പറ്റി മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാണ് അറിയാവുന്നവർ. എന്താണ് സത്ത്? ആത്മാവിന്റെ സ്വരൂപം പറഞ്ഞിട്ട് പറഞ്ഞു സച്ചിദാനന്ദമാണ് ആത്മാവിന്റെ സ്വരൂപം. ഇതിലെ സത്തേത്, ചിത്തേത്, ആനന്ദമേതെന്ന് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. അതിലെ സത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ് സത്ത്? സത്തിനാണ് ഉണ്മ എന്ന് പറയും. ഉണ്മ. ഈ സദ്ദർശനമാണ് നമ്മുടെ രമണ ഭഗവാനായിട്ട് എഴുതി പ്രകാശനം ചെയ്തത്. ഉള്ളത് 40 എന്നുള്ള ഒരു കൃതി സ്വാമിയുടെ ഇതാണ് സത്ത് ദർശനം. കാരണം എല്ലാവർക്കും ഈ സത്ത് ജ്ഞാനി അജ്ഞാനി ഭേദമില്ലാതെ എല്ലാവർക്കും അറിയുന്ന രഹസ്യമായിട്ടാണ് ഇരിക്കുന്നത്. രഹസ്യമാണ്, പക്ഷെ എങ്കിലും അറിയുന്ന വിധത്തിലാണ് ഇരിക്കുന്നത്. ഒന്ന് പറഞ്ഞു കൊടുത്താൽ, ചൊല്ലിക്കൊടുത്താൽ അത് ഗ്രഹിക്കാൻ പറ്റും. അതിനാണ് അവർ പറഞ്ഞത്. രമണ ഭഗവാനെ കാണാനായിട്ട് ഒരിക്കലും ഒരാളവിടെ വന്നിട്ട് അദ്ദേഹം ചോദിച്ചു, സ്വാമി, എനിക്ക് ജ്ഞാനം കേൾക്കാനുള്ള അർഹതയുണ്ടോ? ഈ ജ്ഞാനം കേൾക്കാനുള്ള അർഹതയുണ്ടോ എന്ന് ചോദിച്ചു. സാധാരണ എല്ലാവർക്കും അങ്ങനെ തോന്നാം. അപ്പൊ സ്വാമി പറഞ്ഞെന്താണെന്നറിയാം? നീ ഇപ്പൊ എന്ത് പറഞ്ഞത്? നീ ഞാനെന്നൊരു വാക്ക് ഉപയോഗിച്ചില്ല. നീ പറഞ്ഞില്ലേ, അതുകൊണ്ട് നിനക്ക് തീർച്ചയായും ഇതിന് അർഹതയുണ്ട്. പറഞ്ഞു മനസ്സിലായ? എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് ഈ ഞാൻ ആരെന്ന് നോക്കാൻ പറയുന്നതിനെയാണ് ഈ സന്ദർശനത്തിൽ കൂടി സ്വാമി വെളിവാക്കിയിരിക്കും. ഇപ്പൊ ചേച്ചി പറയാം, എനിക്ക് എന്നെ അറിയണമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ എന്നുള്ളത് ഒരു അനുഭവമല്ലേ. ഇത് പകൽ പോലെ ഇരിക്കുന്നു എന്നാണ് മഹത്തുക്കളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെന്ത് നമുക്കിത്ര സംശയം? അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, ഈ സത്തിനെ ഒന്ന് വിളക്കി. ഇതാണ് സത്ത്. ആത്മാവിന്റെ സത്വരൂപം ആണ് ഒരു കാലത്തോ ഒരു ദേശത്തോ ഒരു അവസ്ഥയിലും ബാധിക്കാതെ നിൽക്കുന്നത്. ഈ സത്വരൂപമാണ്. ഈ സത്വരൂപത്തിനെയാണ് ഇവർ പറയുന്നത് ആധാരം. ഈ വസ്തുക്കളൊക്കെ ഇരിക്കുന്നതിന് ഭൂമിയാണ് ആധാരം, അല്ലേ? ഈ ഭൂമിയോ ഇരിക്കുന്നതിന് ആധാരം ഏതാണ്? ആകാശമാണ് ആധാരം. വാസ്തവത്തിൽ ഭൂമി ഇരിക്കുന്ന എവിടെയാണ്? ആകാശത്തിലാണ്. ഈ ആകാശത്തിന്റെ ആധാരം ഏതാണ് എന്ന് നോക്കിപ്പോയാൽ അവർ പറയുന്നു ഇത് തന്റെ സ്വരൂപമാണ്. വാസ്തവത്തിൽ അതിന്റെ ഒരംശത്തിൽ ഈ മായ എന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തിലെ ഒരു പുള്ളിയാണെന്നാണ് പറയുന്നത്. ഒരു പുള്ളി. ഇതാണ് ഈ ആകാശാദി പ്രപഞ്ചമായിട്ടിരിക്കുന്നത്. ഇതിൽ തോന്നിയിരിക്കുന്ന ഒരു പുള്ളിയാണ്. ഇത് തന്നെ ഇത്രയും ബൃഹത്താണെങ്കിൽ തന്റെ സ്വരൂപത്തെ പറ്റി എന്ത് പറയാൻ പറ്റും ചേച്ചി? ഇത് കേട്ടവരെല്ലാം വിസ്മയിച്ചു പോയി. അതോടുകൂടി അവർക്ക് മനസ്സേറ്റ് നിർവിൽപ്പ സമാധിയിലായിപ്പോയി. അതിന്റെ വ്യാപ്തിയെപ്പറ്റി ചിന്തിച്ചാൽ തന്നെ മനസ്സില്ലാതായിപ്പോയി. അത്രയ്ക്കും മഹത്തരമായ ബൃഹത്തായ ഒന്നിനെയാണ് ബ്രഹ്മമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞില്ല, ഈ ബ്രഹ്മത്തിലെ ഒരു പുള്ളിയാണ് ഈ മായ. മായ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ കാണപ്പെടുന്ന ദൃശ്യ സമുദായങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞൂടെ? വ്യാഴം, ചൊവ്വ, ശനി, ഇതിന് പുറമെ എത്ര കോടാനുകോടി നക്ഷത്രങ്ങൾ അറിഞ്ഞൂടെ? പല നക്ഷത്രങ്ങളും, എല്ലാ നക്ഷത്രങ്ങളും സൂര്യന്മാരാണെന്നാണ് പറയുന്നത്. ഒരു സൗരയൂഥത്തെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? ഒരു ഭൂമിയും സൂര്യനും അതിനെ ചുറ്റി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളും അതിന്റെ ഉപഗ്രഹങ്ങളും കൂടെ ചേർന്നതിനെയാണ് ഒരു സോളാർ എന്ന് പറയാം, അല്ലെ? സോളാർ സിസ്റ്റം. ഒരു സൗരയൂഥം എന്ന് പറയും, ഇല്ലേ? ഇവർ പറയുന്നു ഇങ്ങനെ എത്രയോ സൂര്യന്മാരുണ്ട് പോലും. ഇതെല്ലാം ഇതിനെ ചുറ്റി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായിട്ട് എത്രയോ കോടിക്കണക്കിന് കിടക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒരു സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. ആ സൂര്യൻ ആരാണ്, ഏതാണ് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, അതാണ് നിന്റെ ആത്മാ, അതാണ് ബ്രഹ്മം. ആത്മാവെന്നും ബ്രഹ്മമെന്നും രണ്ടായിട്ട് പറഞ്ഞത് രണ്ടായതുകൊണ്ടല്ല.
നമ്മുടെ ഉള്ളിലെ ഒരു അനുഭവമായിട്ട് ഇത് തെളിഞ്ഞു വരുന്നവർക്ക് അത് ആത്മാവായിട്ട് കണ്ടാൽ മതി. അത് തന്നെയാണ് ബ്രഹ്മം. ബൃഹത്തായിട്ട് പറയുമ്പോൾ അത് തന്നെയാണ് സർവത്ര പരിപൂർണമായിരിക്കുന്ന ബ്രഹ്മം. ഈ രണ്ട് ടേംസിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. പരമാത്മാവ്, ആ പരമാത്മാവ് എന്ന് പറയുന്നത് കൂടസ്ഥൻ, ബ്രഹ്മം എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തിയിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ സത്ത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ സത്തിനെ പിടിച്ചാൽ മതി, ഈ ഉണ്മയെ പിടിച്ചാൽ മതി, എല്ലാ രഹസ്യങ്ങളും തെളിഞ്ഞു കിട്ടുമെന്നാണ് രമണ ഭഗവാനെ പോലുള്ള വലിയ മഹത്തുക്കളുടെ ഭാഷ്യം. അങ്ങനെ എത്രയോ പേര് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് എത്രയോ പേര് അതിൽ സംഗതി അടഞ്ഞു ഇരിക്കുകയാണ്. അപ്പൊ ഇതാണ് സത്ത്. സത്ത് ആർക്കും ഉപദേശിക്കാൻ പറ്റുന്നതാണെന്നാണ് നമ്മുടെ ഗുരുദേവൻ പറഞ്ഞു. ചിന്മാന സ്വാമികളും അങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് സ്വാമി പറഞ്ഞു, സത്ത് തന്നെ മലിന സത്തുണ്ട്, സത്തുണ്ട്. ഈ മലിന സത്ത് എന്ന് പറയുന്നത് ഈ വിഷയങ്ങളോട് കലർന്നിരിക്കുന്നതാണ്. മലിന സത്ത് എന്നാണ്. അതിന് ശുദ്ധ സത്ത്, അതാണ് നമ്മൾ ഈ പറയുന്ന ആത്മാവിന്റെ പ്രഥമ കല. മൂന്ന് കലയായിട്ട് ഇതിനെ പറയും. സത്ത്, ചിത്ത, ആനന്ദം. ഈ കലയായിട്ട് നമ്മുടെ ആചാര്യന്മാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. രച്ചൂർ സ്വാമി പറഞ്ഞ് ഞാൻ കേട്ടതാണ്. വേണേ പഠിക്കാൻ വേണ്ടി, നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് 3 കലകളാണ്. ഇതിൽ പ്രഥമ കലയാണ് സത്ത്, അടുത്ത കലയാണ് ചിത്ത്, ഇനിയുള്ള ഒരു കലയാണ് ആനന്ദം. പക്ഷേ ഈ മൂന്നാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവർ പറഞ്ഞു ഇത് മൂന്നല്ല, ഇത് ഒന്ന് തന്നെ. സാമാന്യമായിട്ട് എല്ലാവർക്കും സുപരിചിതമായ സത്ത് അതൊരു സ്ഥൂല ഭാവമാണ്. അത് കൂടെ അല്പം കൂടെ സൂക്ഷ്മമാണ് ചിത്ത്, അതീവ സൂക്ഷ്മമാണ് ആനന്ദം. ഇങ്ങനെ 3 കലകള് ഈ സത്തിൽ തന്നെ ഇരിക്കുകയാണ്. സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് ആനന്ദം. ഈ സത്തും ചിത്തവും ആനന്ദവും 3 അല്ല, ഒന്നാണ്. ഇത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ കൂടെ നമുക്ക് മനസ്സിലാവും. കൈവല്യം തുടങ്ങിയ വലിയ ശാസ്ത്രകർത്താക്കന്മാരങ്ങനെയാണ് പറഞ്ഞു ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ സത്ത് എന്ന് പറഞ്ഞ എന്താണ്? ഉണ്മ. ഇതില് രമണ ഭഗവാൻ പാടിയ പാട്ട് ഇതാണ്: ഉള്ളതല്ല ഉള്ള ഉണർ ഉള്ളതോ, ഉള്ള ഉണർ ഉള്ള പടി ഉള്ളത്തിൽ ഉള്ളതാൽ, ഉള്ള മെനു ഉള്ള പൊരുൾ ഉള്ള ലെവൽ ഉള്ളത്തെ ഉള്ളപടി ഉള്ളതേ ഉള്ള ഉണർ. ഒറ്റ പദ്യം കൊണ്ട് ഈ വേദാന്തം മൊത്തം അതിനകത്ത് കയറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് ചിന്തസ്വാമി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെന്നുള്ള ഉണ്മയില്ലാതെ ഏതെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റൂ? അപ്പൊ ഉണ്ടെന്നുള്ള ഉണ്മ അത് ആദിമൂലമായിട്ടിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും ഉള്ളതെന്ന് പറയുന്നതിന്റെ ആദിമൂലമായിട്ടിരിക്കുകയാണ്. പിടിയിട്ടുന്നുണ്ട് കാരണമെന്ന് പറഞ്ഞുകൂടാ, മൂലമാണ്. ഇതിന്റെ എല്ലാത്തിന്റെ അടിത്തറയായിട്ട്, അതാണ് ആധാരം എന്ന് പറയാൻ കാരണം. ആധാരം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഭൂമിയിലാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്, ഈ കെട്ടിടം ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും പോലെ, ഈ ഭൂമിയാണ് ഇതിനെല്ലാം ആധാരം എന്ന് പറയുന്ന പോലെ എല്ലാത്തിന്റെ ആധാരമായിട്ടിരിക്കുന്നത് ഈ സത്താണെന്ന്. ഇത് ഒരിക്കലും മാറുന്നില്ല. ഇത് ജാഗ്രതത്തിൽ മാറുന്നില്ല, സ്വപ്നത്തിൽ മാറുന്നില്ല, സുഷുപ്തി മാറുന്നില്ല, മരണത്തിൽ മാറുന്നില്ല, മൂർച്ചയിൽ മാറുന്നില്ല. ഒരിക്കലും ഈ സത്തിന് അഭാവം വരുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഉപലക്ഷിക്കാൻ എല്ലാവർക്കും പറ്റുമെന്നുള്ള വിധത്തിലാണ് സ്വാമി പറഞ്ഞു. സാധന ചതിച്ച സമ്പത്തി ഒന്നും പറഞ്ഞില്ല. അതിന് നിത്യാനിത്യ വസ്തുവേഗ മുഹൂർത്താത്ര ഫലഭോഗ വിരാഗം സമാധികൾക്ക് സമ്പത്തി മുമുക്ഷുത്വം ഒന്നും പറയാതെ സ്വാമി പറഞ്ഞു ഈ ഞാൻ ആരാണെന്ന് നോക്കാം. സ്വാമിക്ക് വേറെ ഒരു കാര്യവും സ്വാമി പറഞ്ഞില്ല. ആര്? രമണ ഭഗവാൻ മഹർഷിയാണ്. ഇനി ഞാൻ ആരാണെന്ന് നോക്കാം. ഇനി ഞാൻ ആരാണ്? നീ കൂടെ പറയുന്നില്ല ഞാൻ ഇപ്പൊ പോവും, ഞാനാണോ ചെയ്തത്, ഞാൻ എന്ന് പറയുന്നില്ല. ഈ ഞാൻ ആരാണ് നീ നോക്കിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. രമണ ഭഗവാൻ ഒരിക്കല് അദ്ദേഹത്തിന് ഉപദേശിച്ചതാണല്ലോ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആർക്കും ഇത് വിളങ്ങിയില്ല. പക്ഷെ സന്ദർഭം അനുസരിച്ച് സ്വാമി ഇതിനെ വിളക്കം ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ നിന്നപ്പോഴാണ് അടുക്കളയിൽ ഭയങ്കര ഒരു വഴക്കാണ്. അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെ അടുക്കളയിൽ ഭയങ്കര വഴക്കാണ്. അതിൽ ഒരുത്തം പറയണത്
നീ മര്യാദയ്ക്ക് നിൽക്കണം. നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? അങ്ങനെയുള്ള വഴക്കാണ്, ഒരു പ്രത്യേകതരം വഴക്കാണ്. സ്വാമി എല്ലാം ഇത് കേട്ടോണ്ട് പെട്ടെന്ന് സ്വാമി അകത്ത് വന്നിട്ട് പറഞ്ഞു, ശരിതാ, ഈ ഞാൻ ആരാണെന്ന് അല്ലേ, അത് പാര്. നീ ഇപ്പൊ പാത്തില്ല, ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് നീ ചോദിച്ചില്ലേ? അത് നീ നോക്കാൻ ആരാണെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് എന്തിനും ഏതിനും വിഷയം ഞാനെന്ന് വരെയല്ലേ? ഞാനെന്ന് വരാതെ എന്തെങ്കിലും ഉണ്ടോ ലോകം? ഞാനെന്ന് എഴുന്ന പിന്നെ എല്ലാം എഴും. ഞാനെന്ന് ഉണരാതെ, ഞാനെന്ന് വരാതെ വേറൊന്നും തന്നെ ഇല്ല. ഞാനാണ് ഇതിന്റെ മുഖ്യം, ഞാനാണ് ഇതിനെല്ലാം ആധാരം. ഇതിന്റെ എല്ലാത്തിന്റെ ആധാരമായിരിക്കുന്ന ഞാനാണ്. ഈ ഞാനെയാണ് നോക്കാൻ പറഞ്ഞു, ആരാണെന്ന് നോക്കാൻ പറഞ്ഞു. പറയുമ്പോൾ നിസ്സാരം പോലെ തോന്നും. എല്ലാരും വിചാരിക്കും, എന്തൊരു ഞാൻ കളയെന്ന് പറയും. പക്ഷെ അവര് ഗുരുക്കന്മാർ പറഞ്ഞതിനെ ആരാണോ പിൻപറ്റി ഇതിനെ അന്വേഷണം, ഇത് അന്വേഷണം എന്ന് പറയും, തേടുന്നത്, അവർക്ക് ഇതിനെ ഉപലക്ഷിക്കാൻ പറ്റും. ഇതിന്റെ ഉപലക്ഷിക്കുന്നതിന് ജ്ഞാനമായിട്ട് വരുന്നുണ്ട്. ഇതാരാണോ തന്നെ തേടി കണ്ടുപിടിക്കുന്നത് അവൻ ജ്ഞാനിയാണ്, അവനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ സത്തിനെ പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 3 ക്ലാസ്സുകളായിട്ട് നല്ല വാതുവരാതെ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? പക്ഷെ എന്തെല്ലാം പറഞ്ഞില്ലേ? ഇതാ ഇനി ചിത്തിലേക്ക് കടക്കുക. ആത്മാവിന്റെ ചിത്രൂപം എന്നതിന് പ്രമാണം ഏതെന്നാൽ പറയപ്പെടുന്നു, സൂര്യൻ മുതലായ സാധനങ്ങളെ അപേക്ഷിക്കാതെ താനേ തന്നെ വിളങ്ങിക്കൊണ്ടും തന്നിൽ ആരോപിക്കപ്പെട്ട സകല ജഡപദാർത്ഥങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നത് ചിത്രൂപം. ഈ ചിത്രൂപ ലക്ഷണം ആത്മാവിൽ ഇരിക്കുന്നു. എങ്ങനെയെന്നാൽ ആത്മാവായവൻ ഗാഠാന്തകാരത്തിലും മറ്റൊന്നിന്റെ അപേക്ഷയില്ലാതെ തന്നെ സ്വയമായി പ്രകാശിക്കുന്നു. തന്നിൽ ആരോപിക്കപ്പെട്ട ശരീരത്തിന്റെ ബാല്യം, യൗവനം, വാർദ്ധക്യം ഈ അവസ്ഥകളെയും അവകളുടെ വ്യാപാരങ്ങളെയും മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ തന്നെ നേരായി അറിയുന്നു. അതിനാൽ ആത്മാവിന്റെ ചിത്രൂപം സിദ്ധം. ഇതാണ് ആത്മാവിന്റെ ചിത്രൂപം. ഇങ്ങനെയാണ് പറഞ്ഞത്. സൂര്യൻ മുതലായ സാധനങ്ങളെന്ന്, സൂര്യൻ മുതലായ സാധനങ്ങളെ അപേക്ഷിക്കാതെ നമുക്ക് ഈ ലോകത്ത് ഏതൊരു പൊരുളിനെ അറിയണമെങ്കിലും ഈ സൂര്യപ്രകാശം കൊണ്ടേ പറ്റുള്ളൂ. സൂര്യപ്രകാശമില്ലാതെ ഒരു വസ്തുവിനെ അറിയാൻ പറ്റുമോ? ഗീത പറ്റില്ല. കാരണം സൂര്യൻ, അതായത് രാത്രി ഇരുട്ടത്ത് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പം നമ്മൾ പറയും ഇതെല്ലാത്തിനെയും സൂര്യൻ പ്രകാശിപ്പിച്ച് ഇരിക്കുന്നതോടെ നമ്മൾ അറിയണം എന്ന് പറയും. ഇവിടെ ആത്മാവിനെ പറ്റി പറയുമ്പോൾ സൂര്യൻ മുതലായ ഒരു സാധനത്തിന്റെ അപേക്ഷയില്ലാതെ തന്നെ ഈ ആത്മാവ് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറെ ഒരു മാധ്യമം ഇതിനാവശ്യമില്ല. ഇതാണ് ആത്മാവിനെ സംബന്ധിച്ച് വേറെ ഒന്നിന്റെ സഹായം ഇല്ലാതെ സ്വയമേ തന്നെ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ലോകത്ത് ഒരു വസ്തു പ്രകാശിക്കണമെങ്കിൽ ഈ പറഞ്ഞ 5 പ്രകാശങ്ങളെ കൊണ്ടാണ് ഈ ലോകം പ്രകാശിച്ചിരിക്കുന്നത്. ഇതിൽ 5 പ്രകാശങ്ങളിലെ ഒരു പ്രകാശമാണ് ശബ്ദം. ചേച്ചി ഇപ്പൊ മുമ്പേ ഇരിക്കുന്നത് ഇരുട്ടാണ്, എനിക്ക് കണ്ടുകൂടാ, എങ്കിലും എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, ചേച്ചി അവിടെ ഉണ്ടോ അത് പോയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ അവിടെ ഇരിക്കുന്നു എന്ന് പറയും. അല്ലെ, അതൊരു പ്രകാശമല്ലേ? അപ്പൊ ആ ശബ്ദത്തിലൂടെയും ഈ ലോകവസ്തുക്കളെ പ്രകാശിപ്പിക്കുകയാണ്, ലോകവസ്തുക്കൾ പ്രകാശിക്കുകയാണ്. സ്പർശം എന്തിനാണ് ഇത്? തൊട്ടു നോക്കിയാലും അറിഞ്ഞൂടെ? ആരെങ്കിലും ഉണ്ടോ എന്ന് തൊട്ടു നോക്കിയാലും അറിയാം. രൂപം, അതാണ് സൂര്യൻ പ്രകാശിപ്പിച്ചാണ് ആ രൂപത്തെയാണ് അറിയുന്നത്. രൂപം അറിയണമെങ്കിൽ ആ വെളിച്ചം വേണം. രസം എന്ന് വെച്ചാൽ ആ രുചിച്ചു അറിയാം, ആ ഒരു വസ്തുവിനെ രുചിച്ചു അറിയാം. ഗന്ധം, മണത്തും അറിയാം. ഈ 5 അറിവിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 5ഉം അസ്തമിച്ചാൽ ഈ ലോകം എന്നുള്ളത് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ സാധ്യമല്ലാത്ത ഒരു കാര്യമായി തീർന്നു. പക്ഷെ ഈ 5ഉം അസ്തമിച്ചാലും
ഞാനുണ്ട്, താനവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടെന്ന് പറയുന്നതിൽ ഒരു സംശയമില്ലാതെ ഓരോരുത്തരും പറയുന്നില്ലേ? അവർ പറയുന്നു, ഇത് എങ്ങനെ പറഞ്ഞു? നീ തൊട്ടു നോക്കിയോ, നീ മണപ്പിച്ചു നോക്കിയോ, നീ രുചിച്ചു നോക്കിയോ, അല്ലെങ്കിൽ സൂര്യൻ മുതലായ പ്രകാശങ്ങളെ കൊണ്ട് നീ കണ്ടു നോക്കിയോ? എങ്ങനെയാണ് നീ ഞാനുണ്ടെന്ന് നീ പറഞ്ഞു? ഗീത അവിടെ ഉണ്ടെന്ന് ഗീത പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയില്ലേ? എങ്ങനെയാണ് നീ ഇത് പറഞ്ഞത്? ഈ പറഞ്ഞതിന്റെ യുക്തി എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത്. എന്റെ യുക്തി വേറെ ഒന്നുമില്ല, താൻ ആത്മാവ് സ്വപ്രകാശമായിട്ട് പ്രകാശിക്കുന്നു. ഒരു പ്രകാശങ്ങളെ അപേക്ഷിക്കാതെ തന്നെ ആത്മാവ് സ്വയം പ്രകാശമാണ്. ഇതാണ് സ്വപ്രകാശമാണ് ആത്മാവെന്ന് പറയാൻ കാരണം. ലോകത്തിൽ സ്വപ്രകാശമായി ഒന്നുമില്ലെന്നാണ് പറയുന്നത്. രത്നങ്ങൾക്ക് സ്വപ്രകാശം ഉണ്ടെന്ന് പറഞ്ഞാലും അത് ജഡമാണ്. സൂര്യൻ സ്വപ്രകാശം ഉണ്ടെന്ന് പറഞ്ഞാലും സൂര്യൻ ജഡമാണ്. ജഡം എന്ന് പറയാൻ കാരണം അറിയാം, സൂര്യൻ ആക്ച്വലി പറയണമെങ്കിൽ ഒരു ഹീലിയം കത്തുന്നതാണ്. ഇത് സൂര്യന്റെ ആ വ്യാപ്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എത്രയോ കാലം കഴിയുമ്പോൾ ഈ സൂര്യൻ ഇല്ലാതായി പോകും. കാരണം അത് കത്തിത്തീരുമ്പോൾ ഇല്ലാതാവൂലേ? അങ്ങനെ കത്തിത്തീർന്നില്ലാതാവുന്ന രൂപത്തിലല്ല ഈ സ്വപ്രകാശ രൂപമായിട്ട് ആത്മാവ് ഇരിക്കുന്നത്. ഇതു എന്നും അത് ഒരു 16 വയസ്സുണ്ട്. മറ്റൊന്നിടയ്ക്ക് ഈ പറഞ്ഞ ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, ഭരണം, ഇത് പറയുന്ന അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകൾക്ക് വിധേയമാകാതെ ലോകത്ത് ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടോ? പക്ഷേ ഏതെങ്കിലും ഒരു വസ്തുവിന് പറയാം, ഈ അവസ്ഥകൾക്ക് വിധേയമാകാത്ത ഒരു വസ്തു ഉണ്ടോ ലോകത്ത്? ഇല്ല. ഇതാണ് മായാകാര്യം. മായാകാര്യങ്ങൾക്കെല്ലാം അത് ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചു കാലം നിലനിൽപ്പുണ്ട്. അത് കഴിഞ്ഞ ഉടനെ അതിനൊരു നാശവുമുണ്ട്. അപ്പം ഉദിക്കലും നിലനിൽക്കലും ഒടുങ്ങലും ഇതിൽ മൂന്നും കൂടെ ചേർന്നിരിക്കുകയാണ് ഇതിൽ. അതുകൊണ്ടാണ് ഇതെല്ലാം മായാകാര്യങ്ങളാണെന്നും ഇത് കഥയില്ലാത്തതാണെന്നും ഇതിലൊന്നും ശാശ്വതത്വം ഇല്ലെന്നും ഇത് ആത്മാവല്ലെന്നും പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും നാശമില്ലാത്ത, ഒന്നിന്റെ അപേക്ഷയില്ലാതെ സ്വപ്രകാശമായി എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന, ആനന്ദരൂപമായിട്ടിരിക്കുന്ന, അത് ഏതെന്നാണോ അതാണ് ആത്മ. അത് നമ്മുടെ എല്ലാം ഹൃദയത്തിൽ അന്തരത്തിൽ ഇരിക്കുകയാണ്. ഉള്ളം തന്നിൽ അന്തരത്തിൽ ജീവസാക്ഷി അസ്ഥിരമായി നിൽക്കുന്നു. അപ്പൊ ഉള്ളം എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളിലായി അല്ലേ? അതിന്റെ അന്തരത്തിൽ, ഉള്ളം മാത്രം പറഞ്ഞാൽ പോരാ, ഉള്ളം തന്നിൽ അന്തരത്തിൽ എന്നൂടെ പറഞ്ഞതുകൊണ്ട് അതിസൂക്ഷ്മമായിട്ട് ഇതിനെ അവലോകനം ചെയ്തു പോകുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനെ സമീക്ഷിക്കാൻ പറ്റൂ, ഇതിനെ അടുത്ത് പോലും ചെല്ലാൻ പറ്റൂ, ഇതിനെ ഇതൊന്ന് ഒരു സ്പർശിക്കാൻ പറ്റൂ ഇതിന്. അങ്ങനെയാണ് ഇതിന്റെ ഘടന. ഈ ഘടനയാണ് നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മൾ ഈ ലോക വ്യാപാരങ്ങളിൽ ഇടപെട്ട് മനസ്സിനെ കലുഷിതമാക്കി നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് എത്രയോ വിദൂരമായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ സംജാതമാക്കി നിൽക്കുന്ന എല്ലാവരും. നമ്മൾ ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈശ്വരനായിട്ട് പിന്നെ പറഞ്ഞു. ഈശ്വരനിൽ നിന്ന് നമ്മുടെ അകലം പറയുകയാണെങ്കിൽ ഇപ്പൊ ഓരോ നക്ഷത്രങ്ങളെ, ഓരോ ഗ്രഹങ്ങളിൽ നിന്നുള്ള ഭൂമിയുടെ അകലം പറഞ്ഞ് നമുക്കറിയാം. എത്രയോ യോജന, എത്രയോ മില്യൺ എന്താ പറയും പ്രകാശവർഷം, ഇതൊക്കെയല്ലേ പറയണം. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ നിന്ന് നമ്മൾ അകന്നിരിക്കുന്ന എത്ര ദൂരം എന്നറിയാം. ഇതിനെയാണ് മഹത്തുക്കൾ പറയുന്നത്. ഇതെന്താണ് വിദൂരമായത്? മനസ്സ് പ്രവർത്തിച്ച് ഇതിനെ വിദൂരമാക്കി കളയാണ് ചെയ്യുന്നത്. മനസ്സ് പ്രവർത്തിക്കുന്നെങ്കിൽ വിചാരിച്ചോണം ആത്മവിദൂരമായി. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞ് ഈ മനസ്സിനെ അടക്കൂ, മനസ്സിനെ നിശ്ചലമാക്കൂ, മനസ്സിനെ വ്യവഹരിക്കാൻ വിടാതെ നിൽക്കൂ എന്നെല്ലാം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളിപ്പോഴേ ഫാർ അവേ ഫ്രം, വളരെ ദൂരമായി പോയി. ഇതിനെ സമീപത്തേക്ക് അടുപ്പിക്കുന്നതിനെ ആൾക്കാർ ആരൊക്കെയാണ്? ഈ ഗുരുവേദാന്ത ശാസ്ത്രങ്ങളാണ് ഇതിനെ അടുപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഗുരു വാക്യങ്ങളെ പിടിച്ചുകൊണ്ട് ഒരുപക്ഷെ മനസ്സിലായില്ലെന്ന് ഇരിക്കട്ടെ, കുഴപ്പമില്ലെന്ന്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്കൊക്കെ എത്ര മനസ്സിലായിട്ടാണ് സ്വാമിയുടെ അടുത്ത് എത്ര കാലം ഇരുന്ന് കേട്ടു. നിഷ്ഠയോടുകൂടി ചെയ്യുന്ന ഏത് കർമ്മത്തിനും ഈശ്വരന്റെ സപ്പോർട്ടുണ്ടാവും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമുക്കൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു ശക്തിവിശേഷം ഇതിന്റെ കൂടെ ഉണ്ട്. അദൃശ്യമാണെന്നേ ഉള്ളൂ. എല്ലാം അറിയുന്ന ആളാണ് ഈശ്വരൻ. അപ്പൊ നമ്മളിപ്പോ പക്ഷേ കേക്കാം, എന്തായാലും കേട്ടല്ലേ പറ്റൂ. ഇതിൽ ആ ഭാവങ്ങളില്ലേ? കേൾക്കുന്നതുമല്ല, ഇരിക്കുന്നതുമല്ല, ഒന്നുമല്ല, ഈശ്വരൻ അറിയുന്ന ഭാവത്തിനെയാണ്. അപ്പം
എപ്പോഴും ആ ഭാവത്തിനെ ഗ്രഹിക്കുന്ന ഒരാളായിട്ട് ഈശ്വരൻ നിൽക്കുകയാണെന്ന് ഓർമ്മിച്ചോളണം. ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഭാവത്തിനെ നോക്കിക്കൊണ്ട് അതിന് ഫലം കൊടുക്കുന്ന ആളിനെയാണ് ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയുന്നത്. ഭാവത്തിന് ഫലം കൊടുക്കുന്ന ആളെ ഈശ്വരൻ. അങ്ങനെയുള്ള ആ ഈശ്വരന്റെ മുമ്പേ ഒരു കള്ളത്തരവും നടക്കില്ല. നമ്മൾ എന്തെല്ലാം ചെയ്താലും ആ ഈശ്വരന് ഇത് പ്രത്യക്ഷമായി അറിയാം. ഇതുകൊണ്ടാണ് നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു അനുഗ്രഹവും വരാത്തത്. മനസ്സിലായി? നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് പൂർണ്ണമായും അതില് അർപ്പണം വന്നില്ല. എന്തൊക്കെ കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ ഇനി ചെയ്യണം, ചെയ്താലേ പറ്റൂ എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ മുൻവിധിയായിട്ട് കൊണ്ട് നടക്കുന്നവരാണ്. ബോറടിക്കുന്നുണ്ടാക്കി. കാരണം ഞാനിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ വിവേകം ഇങ്ങനെ വരുമ്പോൾ പലതും പറഞ്ഞു പോകും അറിയാതെ. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല വിഷയം. എല്ലാവരും കുറ്റക്കാരാണ് ഈ ലോകത്തിൽ. ആരാണ് കുറ്റമറ്റവരെന്ന് വെച്ചാൽ ജ്ഞാനികൾ മാത്രമേ ഉള്ളൂ. ഈ ജ്ഞാനികളായിട്ട് വന്നിരിക്കുന്നവർ മാത്രമേ ഉള്ളൂ കുറ്റമറ്റവര്. ബാക്കി എല്ലാവരും കുറ്റക്കാരാണ്. കാരണം എന്താണ്? പ്രകടമായി ആത്മാവ് ജ്വലിച്ചുകൊണ്ട് ഇരുന്നിട്ടും അതിനെ തീരെ ഗൗനിക്കാതെ, അല്ലെങ്കിൽ അതിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ ഈ തുച്ഛമായിരിക്കുന്ന ഈ ഭൗതിക വസ്തുക്കളിൽ ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നു എന്നുള്ള കുറ്റമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു 100 വട്ടം പറഞ്ഞു ഇതെല്ലാം വിദ്യയാണ്, ഇത് മായ കാര്യങ്ങളാണ്, ഇത് ഉണ്ടാവും, കുറച്ച് നിലനിൽക്കും, ഇല്ല നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഇതിൽ നിങ്ങൾ എന്തിനു മനസ്സിനെ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്നാണ് ഒരു ഗതി ഉണ്ടാവുന്നത്, അതിന്റെ സന്തോഷം ഉണ്ടാവും. ഭൗതിക വസ്തുക്കളെല്ലാം അനവധി ദുഃഖങ്ങളാൽ കെട്ടുപെട്ട് കിടക്കുന്നു. ചിന്മയസ്വാമിയുടെ ഒരു പ്രത്യേക ഒരു ട്വിസ്റ്റാണ് ഇതിലാണ് ഭൗതിക വിഷയങ്ങളെല്ലാം അനവധി ദുഃഖങ്ങളാൽ കെട്ടുപെട്ട് കിടക്കുന്നു. ലോകത്ത് ദുഃഖമാണ്. ദുഃഖം മാത്രമേ ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ പറ്റൂ. സുഖം എവിടെ ഇരിക്കുന്നു? തന്റെ ആത്മാവായിട്ടിരിക്കുന്നു. അതിനെ ദർശിക്കാതെ, അതിനെ അടുക്കാതെ, അജ്ഞാനത്തിൽ ഇരുന്നുകൊണ്ട് സുഖം അനുഭവിക്കാതെ കരുതിയാണ് ഈ ഭൗതികന്മാരെല്ലാം ശ്രമിക്കുന്നത്. സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. രാജാവിന് പോലും സുഖമില്ല. രാജാവെന്ന് പറയാൻ കാരണം എന്ത്? വേദം രാജാവിനെയാണ് ഉദാഹരണമാക്കിയിരിക്കുന്നത്. കാരണം സർവ്വസമ്പൽ സമൃദ്ധനാണ് ആ രാജാവ്. തിരുമനസ്വാമി കൂടെ പറയും, അയാൾക്ക് ഇഷ്ടംപോലെ വസ്തുക്കളുണ്ടോ, ഇഷ്ടംപോലെ ധനമുണ്ട്, ഇഷ്ടംപോലെ അദ്ദേഹത്തിന് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നിവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. എന്താണ് കുറവ് എൻ്റെ രാജാവിന്? എന്താണ് കുറവ്? പക്ഷെ ആ രാജാവ് കൂടെ ദുഃഖിക്കുകയാണ്. ആ രാജാവ് കൂടെ ദുഃഖിക്കുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിന് ആഗ്രഹങ്ങളുണ്ട്. എന്താണ്? ആ രാജ്യം കൂടെ നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ പിടിച്ചെടുക്കാമെങ്കിൽ കൊള്ളാവുന്നൊരു വിചാരമാണ് രാജാവിനുള്ളത്. ഈ ആഗ്രഹം ഇരിക്കുന്നത് കൊണ്ട് രാജാവും ദുഃഖിയാണ്. കാരണം അത് കിട്ടിയില്ലല്ലോ. ഇനി പോട്ടെ, അത് കിട്ടിയെന്നിരിക്കട്ടെ, രാജാവിന് സുഖം ഉണ്ടാവോ? അപ്പുറത്ത് വേറൊരു രാജ്യം കൂടെ കിടക്കുകയാണ്. അവിടെ ആണെങ്കിൽ വേറെ എന്തോ ഒരു ധാതു ഉണ്ട്, അല്ല പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതും കൂടെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമോ. ഇങ്ങനെ ഈ രൂപത്തിൽ ലോകത്ത് ആരും തന്നെ സുഖിമാന്മാരായിട്ടില്ല. എല്ലാവരും ദുഃഖികളാണ്. അതുകൊണ്ടാണ് ചിന്മയസ്വാമി പറഞ്ഞത് എന്ത് കൃത്യം, ലോക വിഷയങ്ങളെല്ലാം അനവധി ദുഃഖങ്ങളാൽ കെട്ടുപിടുകളാണ്. ഇങ്ങനെ വിവേകത്തോടുകൂടി ഉണർന്നാൽ ഈ ലോകവസ്തുക്കളെ വിട്ടിട്ട് തന്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ അറിഞ്ഞ് ആനന്ദമായിരിക്കാം. ഈ ആനന്ദമായിരിക്കുന്നതിനെയാണ് ഈ വേദം നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് ആനന്ദ വാഴ്വെന്നാണ്. ഇതൊരു ഒരു ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, ആനന്ദ വാഴ്ക്കൈ. തമിഴിലാണ് ഇരിക്കുന്നതല്ല. തമിഴിൽ ഒരുപാട് സിദ്ധന്മാരും ജ്ഞാനികളുമുണ്ട്. അവരെല്ലാം ഇതിനെ വളരെ അടുപ്പിച്ച് തന്നിരിക്കുന്നു. വളരെ വളരെ അടുപ്പിച്ച് നമുക്ക് തന്നു. നമ്മുടെ ഈ പരമ്പരയും ശ്രീ രാമാനന്ദ ഗുരുദേവൻ അത് തമിഴ് പരമ്പരയാണ്. പാലക്കാടൊക്കെ പണ്ട് തമിഴ്നാടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ തമിഴരാണ് വരുന്നത്. ഇതിൽ ഇതുപോലെ മലയാളീകരിച്ച് സ്വാമിയാണ്. അതാണ് ഇങ്ങനെ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ ആശയത്തിൽ ഒരു മുറിവ് വരാതെ ഇതിൽ ഒരു ശകലം പോലും അതിൽ ചോർച്ചയില്ലാതെ ചെയ്തിരിക്കുകയാണ്. അതാണ് ഒരു ജ്ഞാനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കാരണം. വേറെ ആരെങ്കിലും വ്യാഖ്യാനിച്ച് അവരുടെ വാസനയൊക്കെ ഇതിൽ വന്ന് ചെയ്യും. അങ്ങനെയല്ല ചിത്ത. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ചിത്തിനെ പറ്റിയാണ്. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചാൽ, വാസ്തവത്തിൽ ചിത്തം എന്ന് പറഞ്ഞാൽ സ്വപ്രകാശമായിരിക്കുന്ന ആത്മാവിന്റെ ഒരു കലയാണ്. ഒരിക്കലും ഇത് ഒന്നിനെ അപേക്ഷിക്കാതെ എല്ലാം അറിയുന്നതാണ്. ഇരുട്ടത്തും ഇരുട്ടിനെ അറിഞ്ഞിരിക്കുകയാണ്. ഈ ആത്മ ഇരുട്ടിനെ അറിയുക. ഇതാണ് ഈ രൂപം. നമ്മുടെ രൂപമാണ്. ആത്മാവെന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്.
ഞാനെന്ന് പറയുമ്പോ ചേച്ചി പറയണെങ്കിൽ ചേച്ചി ഞാനെന്ന് പറഞ്ഞ ഞാൻ തന്നെയാണ്. ഞാനെന്ന് പറയണത് എന്റെ ഞാനും നിന്റെ ഞാനും മറ്റേയാളുടെ ഞാനെന്നുള്ള വ്യത്യാസം ഇല്ല. താര് ഉണ്ടോ? താര പറയുന്നത് ഞാനെന്നല്ലേ, ഉഷ പറയുന്നത് ഞാനെന്നല്ലാതെ ഇനി അതിൽ വല്ലതും കൂടെ ചേർക്കുക ഇല്ല. ഈ ഞാനും ഒന്നാണ്. അത് സത്താണ്, അത് ആത്മാവിന്റെ പ്രഥമ കലയാണ്. ഇത് നമ്മൾ നോക്കിക്കണ്ടാൽ അവർ പറയുന്നത് ജ്ഞാനം വരും ഇതില്. ജ്ഞാനം വെച്ചാൽ ആനന്ദാനുഭവം ഇതിൽ പ്രത്യക്ഷപ്പെടും, ആത്മാനന്ദം ഇതിൽ ഉദയമാകും. അതോടുകൂടിയുണ്ടല്ലോ സകല ദുരിതങ്ങളും മാറി ഇയാളുടെ ജനനം എന്ന സംസാര ദുഃഖവുമാണ്. ഇതാണ് നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ എല്ലാവരും ഈ ലോകത്ത് വന്നിരിക്കുന്നത്. ഇത് കർമ്മഭൂമിയാണ്. ഈ കർമ്മഭൂമിയിൽ പറഞ്ഞില്ലേ, എല്ലാവരെയും കൊണ്ട് കൃഷ്ണൻ യുദ്ധഭൂമിയുടെ പേരത്തിന് കുരുക്ഷേത്രം അല്ലേ, കുരുക്ഷേത്രത്തിൽ കൊണ്ടു നിർത്തി. ഇപ്പൊ ഇപ്പുറത്തെ വശത്ത് കൗരവന്മാരും അവരുടെ സൈന്യങ്ങളും വ്യൂഹങ്ങളെല്ലാം ആയി, അപ്പുറത്ത് പാണ്ഡവരും ആയിട്ട് അപ്പുറത്ത്. അപ്പൊ ഈ ഭൂമി എന്തിനു വേണ്ടിയിട്ടുള്ളതെന്നാണ് പറഞ്ഞു തന്നത് നമുക്ക്. എന്തിനാണ്? യുദ്ധം ചെയ്യാനുള്ള ഭൂമിയാണ്. യുദ്ധമൊന്നും ആരെയും കൊല്ലാനല്ല, നമ്മുടെ തന്നെ മനോവൃത്തികളെ, അതിൽ നല്ലതും ചീത്തതും ഉണ്ട് ഈ മനോവൃത്തികൾ. ഇത് നല്ലതിനെ തൽക്കാലം നിർത്തൂ. നമുക്കെതിരായി വരുന്നതിനെല്ലാം നിങ്ങൾ വിവേകം കൊണ്ട് ഇല്ലാതാക്കൂ. വിവേകം എന്ന് വെച്ചാൽ ബുദ്ധി എന്ന് പറയുന്നത്, ബുദ്ധിയാണ് അവിടെ അമ്പും വില്ലായിട്ടൊക്കെ പറഞ്ഞു. ഈ ബാണം അയച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഒരു തോട്ടിനെ നമ്മൾ ഒരു യുക്തി കൊണ്ട് ഇല്ലാതാക്കുന്നതിന്, ഒരു തോട്ട്, ഒരു വിചാരം. ഉഷയ്ക്ക് ഭയങ്കര അസൂയ ഒരാളുടെ. അത് ഉഷയെ സംബന്ധിച്ച് ഞാൻ ഒരു കഥയുടെ ഒരു ഉദാഹരണം പറയണം. പക്ഷെ അതിനെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ഇതാണ് ഉഷയ്ക്കുള്ള മിസ്റ്റേക്ക്. ഉഷയ്ക്ക് അതിനെ ഇല്ലാതാക്കണമെങ്കിൽ ബുദ്ധിയെ ഉപയോഗിക്കണം. ബുദ്ധി ഉപയോഗിച്ച് വിവേകത്തോടു കൂടി നിന്ന് അതിന് ബാണം അയക്കണം. അതിനെയാണ് ബുദ്ധി ഇതിൽ പ്രവർത്തിപ്പിക്കാൻ. എന്തിനു വേണ്ടിയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ജ്ഞാനത്തിനെതിരായി നിൽക്കുന്ന ഈ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ അച്ഛൻ പറയുന്നത്? അച്ഛൻ മലയാളത്തിലാണ് പറയണത്. ഇങ്ങനെയാണ് ഈ രാഗദ്വേഷ മത മത്സരങ്ങളാവുന്ന ഈ വൃത്തികളെ ബുദ്ധിവിചാരം കൊണ്ട് ഇല്ലാതാക്കുന്നത്. ഇതിനെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എവിടെ അങ്ങോട്ട് അയച്ചു, അവിടെ തന്നെ മറ്റേ തല പോയി, തല തെറിച്ചു, എവിടെ പോയി വീണു എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം നമുക്ക് കേട്ടിട്ട് എന്തിനാണ് പറയുന്നത്? ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പക്ഷേ അത് അങ്ങനെയാണോ അവർ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഇത് ജ്ഞാനമാണ്. അവിടെ ഉപദേശിച്ച ഒരു ജ്ഞാനോപദേശമാണ് അവിടെ ചെയ്തത്. അതിനുശേഷം ഇതിന്റെ ഇടയിൽ കൂടെയാണ് ആ ഗീത ഉപദേശിച്ചിരിക്കുന്നത്. ആർക്ക്? ഈ അർജുനന് ഗീത ഉപദേശിച്ചിരിക്കുന്നു. അങ്ങനെ ഗീതോപദേശം കേൾക്കുന്ന രൂപത്തിൽ നിൽക്കുന്ന അർജുനനോട് നീ ആ ഭീഷ്മരെ കൊല്ലൂ, നീ ആ കർണനെ ഇപ്പൊ നീ അസ്ത്രം വയ്ക്കൂ, ഇപ്പൊ ആ കർണനെ കൊല്ലൂ, ഇങ്ങനെ ഓരോരുത്തരെയും കൊല്ലാനായിട്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്ത് കരുതണം? ഭഗവാൻ അത്രയ്ക്കും ക്രൂരനും ഒരു നിർദാക്ഷിണ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുമായിട്ട് അതിനെ കാണാൻ പറ്റുമോ? പക്ഷേ അതിനല്ല, അത് ജ്ഞാനമാണ്, ജ്ഞാനോപദേശമാണ്. എല്ലാത്തിൻ്റെയും അടിത്തറ ജ്ഞാനത്തെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വ്യാസഭഗവാൻ ഈ പറയുന്ന ശാസ്ത്രങ്ങളും ഈ വേദങ്ങൾ എഴുതിയതിനു ശേഷം ഗ്രഹിക്കാൻ പറ്റാവുന്നപ്പോഴാണ് ഈ പറയുന്ന പുരാണങ്ങളും ഈ ഇതിഹാസങ്ങളും ഒക്കെ എഴുതിയത്. ഈ ഗീതയെല്ലാം ഇതിഹാസത്തിന്റെ പട്ടികയിലാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ കഥ, ഒരു കഥാരൂപത്തില് ഈ ജ്ഞാനത്തെ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ കേട്ടോണ്ടിരിക്കില്ല, അത്രയും തന്നെ വലിയ കാര്യം. മനസ്സിലായില്ലേ ചേച്ചി? ഇത് നിഷ്ഠയോടുകൂടി ഈ ശ്രവണം ഇതിൽ വന്നാൽ ഞങ്ങളുടെ അനുഭവം തന്നെ പറയാം. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതില് സ്വാമി ഇങ്ങനെ പറയും, കേട്ടോണ്ടിരുന്ന് ഇതിനകത്തൊരു ഗൂഢാർത്ഥമുണ്ട്, ഒരർത്ഥം ഇതിൽ കൂടെ ഓടുന്നു എന്ന് പറയും. നമ്മൾ കേൾക്കുന്ന അല്ല അർത്ഥം, ഇതിനകത്തൊരു അർത്ഥം ഓടുന്നുണ്ട്. ആ അർത്ഥത്തെ ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ അന്ധകരണ ശുദ്ധി വേണം, മനസ്സ് ശുദ്ധമാവും. അപ്പൊ ശുദ്ധമാവുന്നതിന് തടസ്സം എന്താണ്? ഈ ലോകകാര്യങ്ങളിൽ എന്തോ മുൻവിധിയോടുകൂടി നമ്മൾ നിൽക്കുന്നതാണ്. അതിനെയാണ് അവര് അസ്ത്രം വെച്ചതിനെ ഇല്ലാതാക്കിയത്.
മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്താലേ ശരിയാവും, ഇങ്ങനെ ചെയ്താലേ ശരിയാവും. ഇതെല്ലാം നമ്മളെ മുൻവിധികളാണ്, ഇതിനൊന്നുമല്ല. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞ ഐതിഹ്യമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞത്. പണ്ട് നമ്മൾ അജ്ഞാന പ്രകരണം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, മനുഷ്യരെല്ലാം എങ്ങനെ ജീവിക്കുന്നു? ഐതിഹ്യമായിട്ട് ജീവിക്കുന്നു. ഐതിഹ്യത്തെ പറ്റി അവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരിടത്ത് ഗണപതി ഹോമം നടക്കുമ്പോൾ ഒരു പൂച്ചയെ കൊണ്ടുവന്ന് ഒരു ഉറ്റാലിൽ അടച്ചു വെക്കും. അങ്ങനെ അദ്ദേഹം ഈ പൂജാരി മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ വന്നു. മകൻ വന്നിട്ട് ഇതുപോലെ ചെയ്തു. പക്ഷെ അന്ന് വീട്ടിൽ പൂച്ചയില്ല. പക്ഷെ പൂച്ചയില്ലെങ്കിലും ഇവ എവിടെയെങ്കിലും പോയി ഒരു പൂച്ചയെ പിടിച്ചുകൊണ്ട് വന്ന് ഉറ്റാലിലിട്ട് അടച്ചു വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ആരോ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണത്, പൂച്ച ഇങ്ങനെ വെക്കണത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ അച്ഛൻ ഇങ്ങനെയാണ് ചെയ്തത്. എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇതുപോലെയാണ് ഐതിഹ്യം. ഇതിനെയാണ് ഐതിഹ്യം എന്ന് പറയുന്നത്. ഈ ഐതിഹ്യമാലയിലാണ് നമ്മൾ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നത്. അങ്ങനെ വല്ലതാണോ? എന്തുകൊണ്ടാണ് അയാൾ പൂച്ചയെ പിടിച്ച് അടച്ചതെന്നറിയാമോ? വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദ്രവ്യങ്ങളൊക്കെ വെക്കുമ്പോൾ അതിനെ മറികടക്കുക, അതിന് മുടി വീഴുക, അത് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് അയാൾ ആദ്യം ചെയ്യണത് പൂച്ചയെ പിടിച്ചുകൊണ്ട് ഉറ്റാലിൽ അടച്ച് അവിടെ എവിടെ വെക്കും. ഇത് കണ്ടാണ് മകൻ വളർന്നു വന്നത്. മകൻ ആ വീട്ടിലില്ലാത്ത പൂച്ച എവിടെയെങ്കിലുമൊക്കെ പോയി പിടിച്ചുകൊണ്ട് വന്ന് അവിടെ അടച്ചിട്ട് ഇതിനാണ് ഐതിഹ്യം. ഈ ഐതിഹ്യമാണ് നമ്മൾ പിന്തുടരുന്നത്. അവർ പറയുന്നു ഇത് നമ്മുടെ അറിവില്ലായ്മയെക്കുറിച്ചൊരു സംസ്കാരമാണ് നമ്മളിപ്പോൾ പുലർത്തുന്ന. ഇതിനെ വിട്ടുകളയൂ. ഗുരുശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്നു ആ സത്യമായിരിക്കുന്ന സംസ്കാരം, സനാതന സംസ്കാരം. ഇതാണ്. ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും ഇതിന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അവര് ഈ പറഞ്ഞ എല്ലാം മാറി സർവ്വ ദുഃഖ നിവൃത്തി പരമാനന്ദ പ്രാപ്തി രൂപമായിരിക്കുന്ന മുക്തി ഇതിന് ഇവർക്ക് കൊടുക്കും ഈശ്വരൻ. എല്ലാം മുകളിലിരിക്കുന്ന ആൾ കാണുന്നത്. നമ്മൾ പറയാം മുകളിൽ സാക്ഷി. ഇത് മനസ്സിലാക്കണം. നമ്മൾ ഒരു ഉപായത്തിലൊന്നും പറ്റില്ല. എല്ലാം മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഇത് മൂന്നും യോജിക്കാതെ ഒരു ഫലവും ഇതിൽ വരില്ല. ത്രികരണ ശുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആ സ്പോട്ടിൽ ബലമെന്നാണ്. സ്പോട്ടിൽ നമ്മൾ പറയുന്ന ഒരാഴ്ച കഴിഞ്ഞല്ല. അതാണ് സദ്യോമുക്തി എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞ അക്ഷണം മുക്തി. മനസ്സ്, വാക്ക്, പ്രവൃത്തി. ഇപ്പൊ നമുക്കറിയാം, മനസ്സ് ചിലപ്പോൾ എവിടെയെങ്കിലും ആയിരിക്കും, കാതിവിടെ ഇരിക്കും, ചിന്ത വേറെ വല്ലതും ഒക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും ആയിപ്പോണത്. എന്തുകൊണ്ട്? ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമുക്ക് താല്പര്യം കുറവാണ്. ഇനി പോട്ടെ, ഇതിന്റെ മഹത്വമായിട്ട് നമ്മൾ അറിയാനായിട്ട് നമുക്ക് പുണ്യവുമില്ല. ഇതിന്റെ മഹത്വത്തെ അറിയുന്ന പുണ്യവും പല ജന്മങ്ങൾ കൊണ്ടാണ് നമുക്ക് വന്നു ചേർന്നത്. ഇനി അങ്ങനെ വന്നു ചേർന്നാലും അതിന് പറഞ്ഞു തരാൻ പറ്റിയ പാകത്തിലൊരു ആചാര്യനെ കിട്ടാനും പ്രയാസമാണ് ഇന്നത്തെ കാലം. ഒരുപാട് പേരുണ്ട്. നമുക്ക് കാണാൻ പറ്റുമോ? ഇനി പോട്ടെ, ഹിമാലയത്തിലൊക്കെ ധാരാളം പേരുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് പോകാൻ പറ്റുമോ? അതിനുള്ള കഴിവ് നമുക്കുണ്ടോ? ആ ശീതോഷ്ണങ്ങൾ സഹിക്കാനുള്ള കഴിവുണ്ടോ? അത്രയും സമ്പത്ത് വിനിയോഗിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്. ആൾക്കാരില്ലെന്നല്ല പറയുന്നത്. പക്ഷേ വളരെ സുലഭമായിട്ട് ഒരു ചെലവും ഇല്ലാതെ നമ്മളോട് പറഞ്ഞ അതേ ഭാഷ ഞാൻ പറയുന്നു. എടാ, ഇതൊക്കെ എന്ത് കഷ്ടപ്പെട്ട് സാധിക്കേണ്ട കാര്യങ്ങളെന്ന് അറിയാമോ? നിങ്ങൾക്കിത് സുലഭമായിട്ട് ഇപ്പൊ കിട്ടുന്നത് നിങ്ങൾ പൂർവ്വജന്മത്തിലെ ഭാഗ്യ പുണ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സുലഭമേ അല്ല. ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ ആർക്കുമേ. ലോകം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുമ്പേ പ്രശ്നം തിരിഞ്ഞ് നിൽക്കുന്ന സ്വഭാവമാണ് ഇതിനുള്ളത്. ഏതിന്റെ മുമ്പേ? ഈ വേദത്തിന്റെ മുമ്പേ പ്രശ്നം തിരിഞ്ഞു കളയും. അത് കാണാൻ ഇഷ്ടമല്ല അതിന്. അങ്ങനെ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ തരത്തിൽ ഇങ്ങനെ പോകുന്ന ഈ ലോകത്തില് അപൂർവമായിട്ട് കുറച്ചു പേരിങ്ങനെ വരുന്നെങ്കിൽ അത് പോട്ടെ, അത് സ്വമേധയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയായാലും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോലും ഫലമുണ്ട്. പൂതാനം പാടി കേട്ടില്ലേ? മറ്റൊരുത്തർക്ക് വേണ്ടി എന്നാകിലും, അതായത് നാമം ജപിക്കുന്നത് ആരെങ്കിലും കേൾപ്പിക്കാനായാലും എന്തെങ്കിലും ഏത് കാര്യത്തിന് വേണ്ടിയായാലും, പക്ഷെ ജപിക്കുന്നത് കൊണ്ടൊരു ഫലമുണ്ട്. അതാണ് ഇതിന്റെ ഈ വേദത്തിന്റെ ഒരു മാഹാത്മ്യം. അതാണ് നമ്മളെ ചെലവാക്കി എന്ന് പറഞ്ഞ നമ്മുടെ മൊത്തം ജീവിതത്തെ നമ്മൾ സമയങ്ങള് വിനിയോഗിച്ചതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു, നീ ഇത്ര കാലമാണ് ജീവിച്ചിരുന്നത്,
അവർ പറയുന്ന വാക്കാണ്. എത്ര സമയം നീ വേദം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ സമീപത്തിരിക്കുകയും വേദം കേൾക്കുകയും ചെയ്തു, അത്രയും സമയമാണ് നീ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു, സ്വാമി അല്ല, ഞാൻ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്ത് ജീവിച്ചിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു, അത് നീ ജഡമായിരുന്നു, നീ ശവമായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പണ്ട് പറയും, കേട്ടിട്ടുണ്ടോ? പക്ഷെ ഓ ശവമേ എന്ന് പറയും, പറയില്ലേ? കേട്ടിട്ടുണ്ടോ? ഈ ചില ആളുകളുടെ ഇടയിൽ അത് പറയും, ഓ ശവമേ. ശവമേ എന്ന് വെച്ചാൽ ഒരിതുമില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ പറയുന്നത്. ഒരിക്കലും ഒരു ശവമാവാതെ ആ ശിവമായിട്ടിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കും, ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇതിന് കൊടുക്കും. ചത്താലും ശരി ഇതിന് പിടിച്ചു തൂങ്ങണമെന്നുള്ള രൂപത്തിലൊരു വിചാരം ഇതിൽ വന്നല്ലാതെ ഇതിനൊന്നും നമ്മളെ അങ്ങോട്ട് വിളങ്ങാൻ സമ്മതിക്കില്ല. ആര്? ഈ ശക്തി. ഈ മായയിൽ തന്നെ രണ്ട് പ്രകൃതമാണ്. അതിൽ ഈശ്വരനായിട്ട് നിന്ന് ഈ വിദ്യ വിളക്കിപ്പിക്കുന്നതും ഈ മായ തന്നെ, അതുപോലെ തന്നെ ഇതിനെ തിരിച്ചടിക്കുന്നതും ഈ മായ തന്നെ. ഇതിൽ ആ ഭാഗത്തെ വിടാൻ പറഞ്ഞു. അതിന്റെ ആ സത്വ അംശത്തെ നമ്മൾ പിടിച്ചിട്ട് ഇതിൽ ആരോടെ പ്രവർത്തിക്കുന്ന അവർക്ക് ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ ലക്ഷ്യത്തിലെത്തിച്ചേരും. ഒരു സംശയമില്ലെന്നാണ് പറയുന്നത്. ദൈവാദിദേവ സച്ചിദാനന്ദ വിഗ്രഹം രമണ ഉപദേശ